ഇതാണ് എൻ്റെ വീട്. അമ്മയും അച്ഛനും ചേട്ടനും ഉള്ളായിരുന്നപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന വീടാണ്. ഇപ്പം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ മാത്രം സന്തോഷമായിട്ടില്ല. അമ്മയും അച്ഛനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം ഒറ്റപ്പെട്ട് നടക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ അമ്മേനെ കണ്ടിട്ട് പോലും ഇല്ല. മരിച്ചതിന് ശേഷം കാണിക്കുക പോലും ചെയ്തില്ല. ക്ഷമ ചോദിച്ചാൽ നീ പോടാന്ന് പറയും. ചെയ്യാൻ പറ്റണം എന്താണെന്ന് വെച്ചാൽ അപ്പം ചെയ്യും. ഇവിടെ എൻ്റെ അമ്മ ഉറങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. അതുകൊണ്ട് ഇവിടെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് വിട്ട് എങ്ങും പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അമ്മ നാണ്ട് ഇവിടെ അടക്കിയേക്കുന്നത്. ഓ, അമ്മയ്ക്ക് സംഭവിച്ച അമ്മയും അച്ഛനും വഴക്കായി. അതേപോലെ അമ്മ അടിച്ചു കൊന്നതാണ് അച്ഛൻ. എന്നിട്ട് അച്ഛൻ ഒളിവിലാണ്. ഇതുവരെക്കാരും പോലീസിന് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല, പിടിച്ചിട്ടുമില്ല. പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പറ്റും. അവർ കൈക്കൂലി കൊടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട്, അതിൻ്റെ ബാക്കിൽ ഇറങ്ങി നടക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെയാണ്. അമ്മയില്ലാത്ത വിഷമം നമുക്കറിയാം. ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടൻ ഇല്ലെങ്കിൽ ചേട്ടൻ പഠിക്കുകയാണ്. ചേട്ടനാണ് വയ്യാത്തതാണ്. ചെവി കേൾക്കാൻ പറ്റത്തില്ല. ഓ, ചെവി കേൾക്കത്തില്ല. പിന്നെ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ പഠിക്കാൻ ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി ഒന്ന് ഇവിടെ വരും. ഇപ്പം 4 വർഷം 5 വർഷം 5 വർഷമായിട്ട് ഇവിടെ വരും. 5 വർഷം. ഞാൻ 4 വർഷം കൊണ്ട് ഹോസ്റ്റലിലായിരുന്നു. ഈ 1 വർഷം കൊണ്ട് ഇവിടെ ഉള്ളത് കൊണ്ട് വരും. ഇതാണ് എൻ്റെ വീട്. അമ്മയും അച്ഛനും ചേട്ടനും ഉള്ളായിരുന്നപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന വീടാണ്. ഇപ്പം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ മാത്രം സന്തോഷമായിട്ടില്ല. അമ്മയും അച്ഛനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം ഒറ്റപ്പെട്ട് നടക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ വരും. അമ്മേനെ കാണും. വൈകുന്നേരം പോകും. ആരും സഹായിക്കാൻ പോലും ഇല്ല. ഈ വീട് നല്ലതായിട്ട് നിങ്ങൾ ജീവിച്ചിരുന്ന വീടാണോ? ഓ, ജീവിച്ചിരുന്ന വീടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് കാട് പിടിച്ച് കിടക്കുക. പിന്നെ എൻ്റെ അമ്മേനെ മർദ്ദിച്ച് അവിടെയാണ് ഇട്ടിരുന്നത്. അപ്പുറത്തൊരു കുഴിയുണ്ട്. അവിടെയാണ് കൊന്നിട്ടിരുന്നത്. ഓ, അവിടെയാണ് കൊന്നിട്ടിരുന്നത്. അതെങ്ങനെ നിങ്ങൾ അറിയുന്നത്? എങ്ങനെ അമ്മയെ 2 ദിവസം കാണാനില്ലായിരുന്നു? എന്താ സംഭവം എന്ന് പറഞ്ഞേ? അമ്മയെ 2 ദിവസം കൊണ്ട് കാണാനില്ലായിരുന്നു. അങ്ങനെ അമ്മയുടെ അനിയനാണെങ്കിൽ മാമൻ വന്ന് ഇവിടെ അന്വേഷിച്ചായിരുന്നു അമ്മയെ എവിടെ? ഓ, അപ്പോൾ പറഞ്ഞ് ഇവിടെ ഒന്നും ഇല്ലെന്ന്. അപ്പം മാമ വന്ന് ഇവിടെ മൂടി കിടക്കണുണ്ട്. കുഴി മൂടി കിടക്കണെ കൊണ്ട് മാമ വന്ന് തോണ്ടി വയ്ക്കപ്പോഴും ഇതിനകത്ത് ഒരുമാതിരി. അമ്മ ഈ കുഴി എടുത്തു തരായിരുന്നു? കുഴി നമ്മൾ ബാത്റൂമിന് വേണ്ടി കുഴിച്ച കുഴിയാണിത്. ആണ്ടേ കുഴി. നല്ല കുഴി ആഴം ഉണ്ടായിരുന്നു? ഓ, നല്ല കുഴിയാണ്. ആഴം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ കിടക്കുന്ന? ചാക്കിലൊക്കെ കിടത്തേക്കുമായിരുന്നു? അല്ലാതെ ഇട്ടേക്കായിരുന്നു. ഒടിച്ച് മടക്കി ഇട്ടേക്കുമായിരുന്നു. എത്ര ദിവസം പഴക്കമുണ്ടായിരുന്നു അമ്മയ്ക്ക്? 2 ദിവസം. ഞാൻ എടുത്തപ്പോഴേ ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ അമ്മേനെ കണ്ടിട്ട് പോലും ഇല്ല. മരിച്ചതിന് ശേഷം കാണിക്കുക പോലും ചെയ്തില്ല. അതിൻ്റെ വിഷമമുണ്ട്. അതുകൊണ്ട് അമ്മേനെ ഒന്നും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു വൈകുന്നേരം. ഇതാണ് ഞാനും എൻ്റെ ചേട്ടനും. എൻ്റെ ചേട്ടൻ്റെ റൂം. ഇത് സെഡോട്ട്. അത് അടുക്കള. അവിടെ ഇരുന്ന് അമ്മ ചോറൊക്കെ വയ്ക്കാൻ നേരത്ത് നമ്മളിവിടെ കളിക്കണത്. നമ്മളെ വീട്ടിലെ കുടിവെള്ളം പറഞ്ഞ പൈപ്പാണത്. പൈപ്പ് പോലും കാണാൻ പറ്റില്ല ഇപ്പം കാട് കാരണം. അന്ന് ഇത്രയും കാടൊന്നും ഇല്ലായിരുന്നു. പൈപ്പ് കണ്ട് ഇതാണ്. നിനക്ക് ഇങ്ങനെ പോകാൻ പേടിയില്ല? അതിനകത്ത് ഇടജന്തുക്കളെ കാണത്തില്ലേ? ഇങ്ങോട്ട് വരാറുണ്ടോ? വന്നിട്ടേ ഇല്ല? ഇല്ല. ആണ് പൈപ്പ്. ഇപ്പം വെള്ളമില്ല, ഒന്നുമില്ല. ഇവിടെ കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു? ഓ, ഇവിടെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഊഞ്ഞാലിരുന്ന ഇവിടെ 2 മരം ഉണ്ടായിരുന്നു. അത് മുറിച്ച് കൊടുത്ത് ഓണത്തിനൊക്കെ ഇവിടെ ഊഞ്ഞാലൊക്കെ ഇടുമായിരുന്നു. ഓ, ഇവിടെ അത്തം ഇവിടെ വരുന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ ചെടി ഉണ്ടായിരുന്നു. മീൻ വളർത്തുന്ന ടാങ്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആരുമില്ല. ഒറ്റപ്പെട്ടായിപ്പോയി. ഇപ്പം താമസിക്കണ എന്നെ വലിയ അമ്മയുടെ ചേച്ചീൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അവനിപ്പം ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു പാസ്സായി ഞാൻ ITA പാസ്സായി. ഇലക്ട്രീഷ്യൻ പാസ്സായി. സർട്ടിഫിക്കറ്റ് ഉണ്ട്. കുറേ ഇൻ്റർവ്യൂ ഒക്കെ പോയി. ഒന്നും കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ആരും സഹായിക്കാൻ പോലും ഇല്ല. ആരും സഹായിക്കാനില്ല. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടെ. ആരുമില്ല സഹായിക്കാൻ. പിന്നെന്താ ഇവിടെ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയെന്താ നിങ്ങളെല്ലാം? ആരുമില്ല. പിന്നെ അമ്മ മാത്രമുള്ളത് കൊണ്ട് അമ്മേനെ കാണാൻ വേണ്ടി അന്ന് രാവിലെ ഇതേപോലെ വരും. ജോലിയും കഴിഞ്ഞിട്ട് വരും. ഈ അമ്മയും അച്ഛനും തമ്മിലുള്ള വഴക്കിൻ്റെ കാര്യം പറ. എന്തുവായിരുന്നു വിഷയം? അമ്മയും അച്ഛനും എന്നും വഴക്കാണ്. അച്ഛന് സംശയരോഗം ഉണ്ടെന്ന് പറഞ്ഞ് എന്നും വഴക്കാണ്. ആദ്യം ഇവർ നമ്മൾ വഴക്കിൻ്റെ കാര്യം പറയും. ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചു. ആ കഥ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ആദ്യം ഇവരിടയ്ക്ക് ഇവർ 2 പേരും വഴക്കായിരുന്നു. ഇത് ശേഷം അമ്മേനെ വെട്ടി. അതിന് ശേഷം പിന്നെ 2 പേരും നെടുമങ്ങാട് വെച്ച് കണ്ടായിരുന്നു.
അങ്ങനെ വന്നതിന് ശേഷം വീണ്ടും അമ്മ ഇതേപോലെ കൂടി അമ്മ ക്ഷമിച്ച് വെട്ടി കേസായോ അത്? ഓ അച്ഛൻ ജയിലിൽ പോയതിനു ശേഷം അമ്മ എവിടെ വെട്ടിയത് അമ്മേ? അമ്മേനെ തലയിലൊക്കെ വെട്ടിയായിരുന്നു, തലയിലും കയ്യിലൊക്കെ. പിന്നെ അതിന് ശേഷം വന്ന് രണ്ടാമതും അമ്മ സ്വീകരിച്ചു. സ്വീകരിച്ച് 2-3 മാസം കഴിഞ്ഞാൽ വീണ്ടും വഴക്കായി. പിന്നെ അതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഇതേപോലെ അച്ഛൻ്റെ പുറത്ത് ആസിഡ് വീണു. വീടിൻ്റെ അപ്പുറത്തുള്ള ഈ വീട്ടിലുള്ള ആൾക്കാർ ആസിഡ് ഒഴിച്ചു. അങ്ങനെ അന്ന് അച്ഛനെ അമ്മയാണ് നോക്കുന്നത്. ഓ രോഗിയായ എന്ന് പറഞ്ഞാൽ വയ്യാത്ത അച്ഛനെ. വൈകുന്നേരം അമ്മ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ കടയിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഇവിടെ അല്ല മുത്തശ്ശിൻ്റെ വീട്ടിലാണ് പോണത്. ഇവർ രണ്ടിനും വഴക്കായ കൊണ്ട് എന്നെ പിറ്റേന്ന് വന്നപ്പോൾ അമ്മേനെ കാണാനില്ല. എല്ലാവരും പറഞ്ഞു. എല്ലാവരും 2 ദിവസം നോക്കി. മാമൻ 2ൻ്റെ അന്ന് ഇവിടെ കുഴി നോക്കിയാൽ കുഴിക്കകത്തുണ്ടാവും. അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ആസിഡ് വീണ് അച്ഛനെയൊക്കെ അന്നേരം അമ്മയെ നോക്കുന്നത് ജോലിക്ക് പോയിട്ട്? ഓ ഇയാൾ ജോലിക്കൊന്നും പോകുന്നില്ല? ആസിഡ് വീണതിന് ശേഷം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഈ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നോ? ഓ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. എല്ലാ ദിവസവും വഴക്കാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും വഴക്കാണെന്ന് വിചാരിച്ച് നടന്നു. ഇതേപോലെ 3ൻ്റെ അന്ന് മരിച്ചു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ നോക്കത്തില്ല? അച്ഛൻ പറഞ്ഞാൽ കേൾക്കത്തില്ലേ? നമ്മളൊന്നും ചെറുതല്ലേ അമ്മ, ഒന്നും അറിഞ്ഞൂടല്ലോ. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇപ്പോഴും പുറത്ത് നിൽക്കുവാണല്ലേ? പിടിച്ചിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. എന്താ അച്ഛനെ പോലീസ് പിടിക്കാതെ? എന്താ പിടിക്കാൻ പറ്റാതെ എന്തെന്ന് അറിഞ്ഞൂടാ. പോലീസിന് കഴിവില്ലെന്ന് ആയിരിക്കും. ഇതുവരെയും പിടിച്ചിട്ടില്ല. അല്ല, ഇത്രയും വലിയ കൊലയാളികളെ പോലീസ് പിടിക്കുന്നുണ്ട്. ഓ ഇത്ര നിസ്സാരനായ നിങ്ങളുടെ അച്ഛനെ പിടിക്കാൻ എന്താ പാട്? അറിയത്തില്ല, ഇതുവരെയും പിടിച്ചിട്ടില്ല. നീ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വല്ല പരാതി വല്ലതും കൊടുക്കുകയോ ചെയ്തായിരുന്നോ? എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. അതുകൊണ്ട് ഇതുവരെയായിട്ടും ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഇതേപോലെ വരും. അമ്മേൻ്റെ അടുത്ത് സങ്കടം പറയും, പോകും. ഈ അച്ഛനെ കണ്ടാൽ അല്ലെങ്കിൽ അച്ഛനോട് ക്ഷമിക്കാൻ തയ്യാറാണോ? ഇല്ല ഇല്ല ഇല്ല, ക്ഷമിക്കാൻ തയ്യാറല്ല. അച്ഛൻ വന്ന് ക്ഷമ ചോദിച്ചാൽ എന്ത് ചെയ്യും? ക്ഷമ ചോദിച്ചാൽ നീ പോടാന്ന് പറയും. ചെയ്യാൻ പറ്റണം എന്താണെന്ന് വെച്ചാൽ അപ്പം ചെയ്യും. ഒരു വിധത്തിൽ നിങ്ങൾ നോക്കാൻ ഇനി ആരും ഇല്ല, അമ്മയില്ല, അച്ഛനെ ഉള്ളു. ഇനി നോക്കേണ്ട ആവശ്യമൊന്നും, സ്വന്തം കാലിൽ നിൽക്കാറായി. അതുകൊണ്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല. നോക്കണ്ട, അമ്മയും കൊന്നു കളഞ്ഞു. ഓ ഇനി നോക്കിയിട്ട് എന്ത് ചെയ്യേ? ഇത്രയും ദേഷ്യമാണല്ലോ അവനൊക്കെയാണ് ഇടാന്നൊക്കെ വിളി. ഞാൻ അങ്ങനെ വിളിക്കൂ. പിന്നെ അമ്മേനെ ഇങ്ങനെ ചെയ്ത പിന്നെ എന്തിരുന്ന് വിളിക്കേ? ഉണ്ടാക്കി അച്ഛനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കണം അമ്മയാണ്. അമ്മേനെ ഇതേപോലെ ചെയ്ത പിന്നെ എന്തിനേ? അമ്മ ഒരു തെറ്റുകാരിയല്ല. ഇല്ല ഇല്ല. അമ്മ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. കൂലിപ്പണിക്ക് പോയിട്ട് അല്ലേ? ഓ ഇനി എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്ന ഒറ്റ കാര്യം? എന്താ നിന്റെ ഉദ്ദേശം? എന്തുവാ? ഇനി അവനെ പിടിക്കണം, അച്ഛനെ പിടിക്കണം. പിടിക്കുന്നവരെ ഇവിടെ നിൽക്കണം. ഇനി രാത്രി ആയാലും പകൽ ഇവിടെ തന്നെ കാണും. ഇവിടെ കാണും അല്ലേ? ഓ ഈ ഇഴജന്തുക്കളുള്ള സ്ഥലത്ത് പേടിയൊന്നും ഇല്ല ഇവിടെ? ഇല്ല ഇല്ല. ഞാൻ ഇങ്ങനെ പഴയതുപോലെയുള്ള ഒരു ഇതില്ലേ? എന്നിട്ട് ഇഴജന്തുക്കളെ കാണുന്ന പേടിയൊന്നും ഇല്ലേ? ഇല്ല ഇല്ല. എന്താ എത്ര വർഷം ഇവിടെ താമസിച്ചു നിങ്ങൾ? വർഷങ്ങളോളം താമസിച്ചോ? വർഷങ്ങളോളം താമസിച്ചു. അമ്മേനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവനെ പിടിക്കുന്നേരം ഞാൻ ഇവിടെ കാണും.